ശ്രീ അൻവർ, അങ്ങ് ഈ സുജിത് ദാസുമായുള്ള ശബ്ദ സന്ദേശം പുറത്തുവിട്ടതിലൂടെ ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, ഈ സുജിത് ദാസ് എന്ന് പറയുന്ന SP അജിത് കുമാറിനെ കുറ്റപ്പെടുത്തി അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. ഇതേ സുജിത് ദാസിനോട് അജിത് കുമാറിനോടുള്ള അതേ എതിർപ്പ് അങ്ങേക്കുമുണ്ട്. രണ്ടുപേരും നടപ്പാക്കുന്ന ഒരേ പോലീസ് നയമാണ്, അത് ജനവിരുദ്ധമാണെന്നാണ് അങ്ങയുടെ അഭിപ്രായം. അത് പുറത്തുവിടുന്നതിലൂടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സുജിത് ദാസിനെതിരെ ADGP പരാതി കൊടുക്കുന്നു. ഇത് വിശദീകരിക്കാൻ ചെന്ന സുജിത് ദാസിന് മുഖം കൊടുക്കാതെ ADGP പോകുന്നു. ഇത് അങ്ങ് ബോധപൂർവം ചെയ്ത കാര്യമാണോ ആ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടത്? അല്ല, അതിൽ ഞാൻ ആദ്യം തന്നെ കേരള സമൂഹത്തോട് ആ കാര്യത്തിൽ മാപ്പ് വയ്ക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യേണ്ടി വന്നത് ഈ നാട്ടിലെ ഗതികേട് കൊണ്ടാണ്, എൻ്റെ ഗതികേട് കൊണ്ടാണ്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളതൊക്കെ അത് എത്രത്തോളം ഗൗരവത്തിലെടുക്കും എന്നെനിക്കറിയാം. പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമുള്ള ആളുകളാണല്ലോ പത്രക്കാരെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഒരു വസ്തുത പരിപൂർണമായും ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ സാജൻ സ്കറിയയുടെ കേസിൽ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിദ്വേഷം കുത്തിവെച്ച സാമൂഹ്യ വിരുദ്ധനായ മറ്റൊരു നൊട്ടോറിയസ് ക്രിമിനലായ സാജൻ സ്കറിയയെ സഹായിക്കാൻ MR അജിത് കുമാർ തയ്യാറായപ്പോൾ തന്നെ എങ്ങോട്ടേക്കാണ് ഈ പോക്കെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 8-9 മാസമായിട്ട് ഈ പോലീസിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു. പ്രത്യേകിച്ചും MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഒരു നൊട്ടോറിയസ് ക്രിമിനൽ പോലീസ് സംഘം കേരളത്തിലുണ്ട്. അതൊക്കെ ഇനി വരാൻ പോവുകയാണ്, ഇതിനൊക്കെ തെളിവുകൾ വരാൻ പോവുക. അപ്പം ഞാൻ അവരുടെ പിന്നാലെ തന്നെ ആയിരുന്നു. ഈ ശ്രീജിത്തിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് ഞാനാണ്, തുറന്നു പറയാണ്. ശ്രീജിത്തിനെ കൊണ്ട് പരാതി, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ പരാതി കൊടുപ്പിച്ചത് ഞാനാണ്. കാരണം കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാര്യങ്ങൾ അറിവുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു കള്ളക്കേസിൽ കുടുങ്ങിയിട്ടാണ് ഈ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്, ഈ സുജിത് ദാസ്. ആ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ സമീപിച്ചതാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ഞാൻ ആ കാര്യം അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാലം വരും, ഈ കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ നൊട്ടോറിയസ് ക്രിമിനൽ സംഘത്തിൽ നിന്ന് കേരളത്തിലെ പോലീസ്, ആ വിഭാഗത്തിൽ നിന്ന് നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ഈ ഭരണം എത്തും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാനാണ് അദ്ദേഹത്തോട് ഈ പെറ്റീഷൻ കൊടുക്കാൻ പറയുന്നത്. 27 ദിവസം കാത്തിരുന്നു. എനിക്കറിയാം ഈ ശശിധരൻ ഇതിലൊരു നിലപാടെടുക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഈ കൊടുത്ത പരാതിയിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ഞാൻ കത്ത് കൊടുക്കുന്നത്. അതിനുശേഷമുണ്ട് അനുഭവം പറയണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളിലെല്ലാം ഇത് ഒരു കൃത്യസ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കും. കാരണം ഈ പാർട്ടിയെ, ഈ ഗവൺമെന്റിനെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എങ്ങനെയൊക്കെ അറിയാത്ത രീതിയിൽ കളങ്കപ്പെടുത്താൻ സാധിക്കുമോ? ആ കളങ്കപ്പെടുത്തുകൾ അടയാളപ്പെടുത്തിയിട്ടാണ് MR അജിത് കുമാറും ടീമും നീങ്ങുന്നത്. ഇപ്പൊ സുജിത് ദാസ് എന്നോട് സംസാരിച്ചു, MR അജിത് കുമാറിനെ കുറിച്ച് സംസാരിച്ച വാർത്ത നിങ്ങളൊക്കെ കേട്ടല്ലോ, ഫോൺ സന്ദേശം. ഈ സുജിത് ദാസിനെ അറിയാം, എനിക്ക് MR അജിത് കുമാറിനോട് ഈ വിഷയങ്ങളിലൊക്കെ നല്ല പകയുണ്ടെന്ന്. അപ്പം അദ്ദേഹം എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറയാണ്. ഈ MR അജിത് കുമാറും ഈ ശശിധരനും ഈ പറയുന്ന സുജിത് ദാസും ഒക്കെ ഒരൊറ്റ കെട്ടാണ്. ശശിധരൻ വേറൊരു ടൈപ്പാണ്. പക്ഷെ സുജിത് ദാസും MR അജിത് കുമാറും കേരളം കണ്ട നൊട്ടോറിയസ് ക്രിമിനലുകളാണ് എന്ന് കേരളം കാണാൻ പോവുകയാണ്, വിത്ത് ഫുൾ പ്രൂഫ് എവിഡൻസ്.